നിന്നിൽ നിന്ന് ഇത്രയും ഒരു ചതി ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. നീ എന്തുമാത്രം നുണകളും കള്ളങ്ങളും പറഞ്ഞിട്ടാണ് നീ ഈ ചന്ദ്രോദയത്തിൽ നിന്നത്. നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നു, ഞങ്ങളെയൊക്കെ കബളിപ്പിക്കുകയായിരുന്നു അല്ലേ? ഇനി നിനക്ക് ഇവിടെ നിൽക്കാൻ എന്ത് യോഗ്യതയുള്ളത്? ഇറങ്ങിക്കോണം ഈ നിമിഷം നീ ഈ ചന്ദ്രോദയത്തിൽ നിന്ന്. സുദീപ്, ഞാനൊന്ന് പറയട്ടെ. ഒന്നും പറയണ്ട. നീ ഞങ്ങളെ മാത്രമല്ലല്ലോ, ഒന്നും അറിയാത്തൊരു പാവം കുഞ്ഞിനെ അമ്മയും കൂടിയല്ലേ വഞ്ചിച്ചത്. നിന്നെ ഈ പാപമൊക്കെ നീ എവിടെ ചെന്ന് തീർക്കും? നിന്നെ ഇനി എൻ്റെ ഭാര്യയായിട്ട് കണക്കൊക്കെ എനിക്ക് പറ്റില്ല ശ്രുതി. നീ ഇനി ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല. ദേ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം. കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥയാണ് ശ്രുതി വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിൻ്റെ ഒരു ഭാഗങ്ങൾ. അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. ശ്രുതിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ രേവതിയും വർഷയും ഒക്കെ അറിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് സ്വാഗതം. സച്ചി രേവതിയും കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട്. സച്ചി രേവതിയും കൂടി പറയുന്നുണ്ട് ഇങ്ങനെ ശ്രുതിയുടെ കാര്യം 2 ലക്ഷം രൂപ ബാമയുടെ വീട്ടിൽ കൊണ്ടുവച്ചതും താലിമാല വിറ്റിട്ട് കൊണ്ടുവച്ചതും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ശ്രുതി തന്നെയാണ് ഈ പൈസ എടുത്തതെന്ന് നമുക്ക് സംശയമുണ്ട് രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നത് ശരിയാണ്, നമുക്കതിന് തെളിവ് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്ന രേവതി പറഞ്ഞിട്ട് സച്ചിയേട്ടാ ബാമയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ 2 ലക്ഷം രൂപ ഷോക്കേസിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. സച്ചിയേട്ടനായിരുന്നു വണ്ടിയുടെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞിട്ട് ബാക്കി തുക ബാങ്കിൽ ഇടണേ എന്ന് പറയാണ്. അപ്പോൾ ആ ശരി പറയുമ്പോൾ സച്ചി അങ്ങനെ രേവതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സച്ചി ഇങ്ങനെ ശ്രുതിയെ പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം അടുക്കളയിൽ രേവതി പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷം വന്നിട്ട് പറയണ രേവതി ചേച്ചി എനിക്ക് ചപ്പാത്തി വേണ്ട, എനിക്ക് ഓംലെറ്റ് മതി. പറയുമ്പോൾ എന്തേ നീ ഡയറ്റായോ വെച്ചാൽ ആ ഡയറ്റ് എടുക്കാൻ തന്നെ തടി കൂടണമെന്ന് പറയുക ശ്രീകാന്ത് എന്നൊക്കെ പറയണം. അങ്ങനെ ആ ശരി അപ്പോൾ ഓംലെറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് വരുമ്പോൾ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് വർഷി രേവതിയും കൂടിയിട്ട് ഇങ്ങനെ പരസ്പരം നോക്കിയിട്ട് രേവതി പറയണ താങ്ക്സ് ശ്രുതി പറയണം. അപ്പോൾ ശ്രുതി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തിനു ചോദിച്ചപ്പോൾ നീ നിൻ്റെ താലിമാല വിറ്റിട്ട് ബാമാൻ്റെ അടുത്ത് 2 ലക്ഷം രൂപ ഏൽപ്പിച്ചില്ലേ എനിക്ക് വേണ്ടിയിട്ട്, ഈ വീടിൻ്റെ സമാധാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് നിനക്ക് താങ്ക്സ് തന്നതാന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ വെള്ളം ശ്രുതിയുടെ ശിരസ് കയറി ശ്രുതി ചുമച്ചുകൊണ്ടിരിക്കണം. അത് കാണുമ്പോൾ രേവതിയും വർഷയും കൂടിയിട്ട് ഇന്ന് ചിരിക്കുകയാണ്. ഇതിപ്പോൾ ആര് പറഞ്ഞു? വേറെ ആരുമില്ല, ബാമാൻ്റെ തന്നെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശ്രുതി വിചാരിക്കണം, ഓ ഈ സ്ത്രീ ഇതൊക്കെ പറഞ്ഞല്ലേ, ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്തായാലും നിനക്ക് ഈ കുടുംബത്തിൻ്റെ സമാധാനം നിലനിർത്താൻ വേണ്ടി നിനക്ക് ചെയ്യാൻ തോന്നിയല്ലോ. ഞാൻ നീ പറഞ്ഞല്ലോ ബാമാൻ്റിയോട് പൈസ പോയതിൻ്റെ പിന്നിൽ എന്നെ അമ്മ ഇവിടെ ക്രൂശിക്കുകയാണ്, എന്നെ ഇട്ടിട്ട് കള്ളിയാക്കിയേക്കാണ്. ഇനി ഇതിലും കൂടുതൽ താങ്ങാൻ എനിക്ക് വയ്യ. ഇനി ഇതിലും കൂടുതലായ രേവതി ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് രേവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഞാനത് ചെയ്തത്. എനിക്ക് കുടുംബത്തിൻ്റെ സമാധാനമാണ് വലുതെന്നൊക്കെ നീ ബാമാൻ്റിയോട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി വിചാരിക്കണം, ഓ തള്ള ഒന്ന് പോലും വിടാതെ എല്ലാം ഇവളോട് പറഞ്ഞിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. എന്തായാലും താങ്ക്സ് എന്ന് പറയണ. അല്ല രേവതി, അത് പിന്നെ ഞാൻ ഇവിടുത്തെ സമാധാനം നിന്നെ രക്ഷിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അതെ മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും അപ്പോൾ വർഷ പറയണം അതിനിപ്പോൾ ശ്രുതി ചേച്ചിയുടെ പൈസ എന്തിനാ നഷ്ടപ്പെടണം? ബാമാൻ്റിയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കാണാതായിട്ടില്ലേ, നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം, നമുക്ക് ബാമാൻ്റിയോട് ഇതിനെപ്പറ്റി ചോദിക്കാം. എന്നിട്ട് ആൻറ്റിയോടും കൂടി ചോദിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അത് കള്ളനെ കണ്ടുപിടിക്കാം. ഒരു കാര്യം ചെയ്യാം, ബാമാൻ്റിയുടെ വീട്ടിൽ പൈസ കൊണ്ടുവന്ന് വെച്ച സമയവും അതിനുശേഷം ബാമാൻ്റിയുടെ വീട്ടിൽ നിന്ന് കാണാതായ സമയവും വെച്ചിട്ട് നമുക്ക് ഏകദേശം സമയം കണക്കാക്കി ആ സമയത്തിനുള്ളിൽ ആരൊക്കെ ബാമാൻ്റിയുടെ വീട്ടിൽ വന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണേ അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോവൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ രേവതി നിനക്ക് തന്നെയാവും അടുത്ത പഴിയും കേൾക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയാണ്. അപ്പോൾ രേവതിയും വർഷയും കൂടി പരസ്പരം നോക്കിയിട്ട് ചിരിക്കുകയാണ്. അപ്പം തന്നെ അവർക്ക് മനസ്സിലായി ശ്രുതിക്ക് എന്തോ കള്ളത്തരണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകണം. ശ്രുതി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ രേവതിയും വർഷയും കൂടിയിട്ട് പറയാണ്, രേവതി ചേച്ചി ആ ശ്രുതി ചേച്ചി പറഞ്ഞതിൽ എന്തോ ഒരു ഉടായ്പില്ലേ? ശ്രുതി ചേച്ചി ആണോ ഇനി ബാമാൻ്റിയുടെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടാവുക? അയ്യോ ഇതേ ചോദ്യം തന്നെ വർഷയെ സച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. ശ്രുതി ചേച്ചിയുടെ മുഖത്തൊരു കള്ളത്തരം കണ്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ ശ്രുതി ചേച്ചി രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് എന്തിന് ഇത്രയും പൈസ അവിടെ ബാമൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം? സ്വതവേ രേവതി ചേച്ചീനെ ഇഷ്ടമില്ലാത്ത ആളല്ലേ ശ്രുതി ചേച്ചി? ഇത് തന്നെ സച്ചേട്ടനും ചോദിച്ചത് എന്ന് പറയണം. എന്തായാലും നമുക്ക് തെളിവില്ലാതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് തെളിവുകൾ കണ്ടുപിടിക്കണം. അതെ ശ്രുതി ചേച്ചിയാണ് അത് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതിന് തെളിവുണ്ടാക്കി ശ്രുതി ചേച്ചി പൂട്ടൻ രേവതി ചേച്ചി എന്നൊക്കെ പറയാണ് വർഷ. അങ്ങനെ വർഷയുടെയും രേവതിയുടെയും സംസാരം കഴിഞ്ഞതിന് ശേഷം സച്ചി ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സച്ചി അടുക്കളയിലേക്ക് വന്നിട്ട് രേവതിയോട് ചോദിക്കണം, എന്തായി ചോദിക്കുമ്പോൾ പറയണം, എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സച്ചിയേട്ടാ. ശ്രുതിയുടെ മുഖം കാണുമ്പോൾ ഞാൻ പറയുമ്പോൾ അവളുടെ മുഖത്ത് ശരിക്കും ഒരു പരുങ്ങലുണ്ട്, അതിൽ നിന്ന് ഉറപ്പാണ് അവൾ തന്നെയാണ് പൈസ എടുത്തേക്കണമെന്ന് ഉറപ്പാണെന്ന് പറയണം. കാത്തിരിക്കാൻ രേവതി, നമുക്ക് എന്താണ്ടാവാൻ നോക്കാമല്ലോ, തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടും, കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ രാത്രിയായി കിടക്കണ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ ഒരു സ്വപ്നം കാണുകയാണ്. അങ്ങനെ സ്വപ്നത്തിൽ വേറെ ഒന്നല്ല, ശ്രുതിനെ ചന്ദ്രമതി വലിച്ചഴിച്ച് പുറത്തേക്ക് ചന്ദ്രോദയത്തിൻ്റെ പുറത്തേക്ക് ഇടുന്ന ഭാഗമാണ് കാണുന്നത്.
നീ ഇനി ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ ഞങ്ങളെയൊക്കെ ചതിക്കായിരുന്നുല്ലേടി എന്നൊക്കെ അങ്ങനെ പറയണ്ട. അപ്പോൾ ആൻറ്റി ഞാൻ പറയട്ടെ, നീ ഇനി ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി നിന്റെ കള്ളത്തരങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലായി പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇത്രയും കാലം നീ ഞങ്ങളെ പറ്റിച്ചിട്ട് അവിടെ ജീവിച്ചതല്ലേ, നീ ഞങ്ങളെ മാത്രമല്ല ഒരു പാവ അമ്മേനെയും മോനെയും കൂടിയല്ലേ പറ്റിച്ചത്, ഇനി നീ എന്തായാലും ചന്ദ്രോദയത്തിൽ വേണ്ട, നീ ചന്ദ്രോദയത്തിൽ നിന്ന് പുറത്തു പോകണം, എനിക്കിനി നിന്റെ ഭർത്താവായിട്ടിരിക്കാൻ താല്പര്യമില്ല, നമ്മൾ തമ്മിൽ ഇനി ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെ വലിച്ചയച്ച് മിറ്റത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് രവീന്ദ്രൻ അവിടെ നിൽക്കുന്ന അങ്കിളിനെ വിളിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ല, ഇവർ പറഞ്ഞതിലും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല മോളെ, നീ അനുഭവിക്കും, നീ ചെയ്തതല്ലേ, നീ തന്നെ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ ശ്രുതിനെ തള്ളി പറയണ്ട. അതിൻ്റെ ഒപ്പം തന്നെ രേവതി സച്ചി എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിനെ ചന്ദ്രോദയത്തിൽ നിന്ന് പുറത്താക്കണ ഭാഗമാണ്. ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് സ്വപ്നം കണ്ടിട്ട് വിമല ചാടി നീട്ടിട്ട് പറയുന്നത്, ദൈവമേ ഞാൻ എന്തെങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഈശ്വര, ഇങ്ങനെ കാണാറില്ലല്ലോ, ജീവിതം നശിക്കുന്ന സ്വപ്നമാണല്ലോ ഞാൻ കണ്ടത്, അവളുടെ ജീവിതത്തിന് ഇനി വല്ല അപകടം പറ്റുമോ ദൈവമേ, അവളുടെ ജീവിതം എന്താവും, എന്തോ അവൾക്ക് അപകടം വരാനിരിക്കേണ്ടതല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കാണില്ലല്ലോ, എന്തായാലും നാളെ ജോത്സ്യനെ ഒന്ന് പോയി കാണണം എന്നൊക്കെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം വിമല ജോത്സ്യനെ പോയി കാണാൻ ജോത്സ്യൻ കബഡി നിരത്തി ഉടനെ പറയുകയാണ്, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ മോളുടെ കുടുംബജീവിതം കുഴപ്പമൊന്നുമില്ല, കുടുംബജീവിതം വളരെ സന്തോഷകരമാണ്, ഭർത്താവ് നിങ്ങളുടെ മോളുടെ ഒപ്പം കണ്ട്, പക്ഷേ ആ കുടുംബത്തിലുള്ള നിങ്ങളുടെ മോളുടെ ജീവിതം അത്ര സേഫ് അല്ല, ഏത് നിമിഷം അവിടെ നിന്ന് പുറത്താവപ്പെടാം, മോളുടെ രഹസ്യങ്ങളൊക്കെ പുറത്തറിയാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം, അത്ര സേഫായിട്ടുള്ള ജീവിതമല്ല, പൊട്ട സമയമാണ് വരാൻ പോണത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം വിമല പറയണം, ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് തിരുമേനി, അതുകൊണ്ടാണ് ഞാൻ തിരുമേനിയെ കാണാൻ വന്നത്, എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കാൻ പറയും, മകളോട് നന്നായി പ്രാർത്ഥിക്കാൻ പറയൂ, ഹരിതാർത്ഥമൊന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ, നല്ലോണം പ്രാർത്ഥിക്കാൻ പറയൂ എന്നൊക്കെ പറയണം. അങ്ങനെ വിമലോട് അത് പറയുമ്പോൾ വിമലയുടെ മനസ്സിലത്തെ ഈ ഒരു ആശങ്ക, ശ്രുതിയുടെ ജീവിതം അങ്ങനെ ആവുമോ എന്നുള്ളൊരു ടെൻഷൻ വിമലയ്ക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ തിരുമേനിയും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ തിരുമേനിയെ കണ്ട് ശ്രുതിയുടെ ജീവിതം എന്താവും എന്നുള്ള ടെൻഷനിലാണ് വിമല ഇരിക്കുന്നത്. ഈ സമയത്ത് ശ്രുതിയുടെ ഷോറൂമിൽ ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര രേവതിക്ക് മനസ്സിലായിണ്ടാവുക ഞാൻ ആ ബാമാൻ്റിയുടെ വീട്ടിലത്തെ പൈസ എടുത്ത 2 ലക്ഷം രൂപ എന്ന് രേവതിക്ക് മനസ്സിലായിണ്ടാവുക, അതുകൊണ്ടായിരിക്കും രേവതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. രേവതിക്ക് അങ്ങനെ മനസ്സിലാവാൻ യാതൊരുവിധ സാധ്യതയില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രേവതി ഒരിക്കലും എന്നോട് താങ്ക്സ് ഒന്നും പറയില്ലായിരുന്നു, ഇത്ര സ്നേഹത്തോടുകൂടി പെരുമാറില്ലായിരുന്നു. നിങ്ങൾക്ക് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതി വിളിക്കുകയാണ്, നീ എന്താ ആലോചിച്ച് നിൽക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. എന്നാൽ ശരി വാ പറഞ്ഞിട്ട് ശ്രുതിനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ പറയണ, അവിടുത്തെ കടയിലത്തെ സ്റ്റാഫ് വന്നിട്ട് പറയണ, സർ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയണം. ആണോ, എന്നാൽ ശരി നീ പോയിട്ട് ഇത് നോക്ക്, കസ്റ്റമേഴ്സിനെ നോക്ക്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെ വന്നേക്കണം നോക്കാൻ വേണ്ടി പോകുമ്പോൾ പറയാണ്, ഒരാൾ വന്നിട്ട് പറയണം, സാർ അതെ നിങ്ങളുടെ കടയ്ക്കും നിങ്ങൾക്കും എല്ലാത്തിനുള്ള ദൃഷ്ടിദോഷവും കണ്ണേറും എല്ലാം മാറും, കണ്ണേറൊക്കെ മാറണോ, കണ്ണേറ് ഇവിടെ മനുഷ്യന് നേരാവണ്ണം നിൽക്കാൻ സമയമില്ല, എന്നിട്ട് ഇനിയിപ്പോൾ ഏറെ കണ്ണിനാണോ കിട്ടാൻ പോകണമെന്ന് പറയുമ്പോൾ പറയണ, സാർ നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും വീടിനും കടയ്ക്കും ഒക്കെ ഉള്ള ദോഷങ്ങളൊക്കെ ഈ ഒരു ചിത്രം വെച്ചാൽ മാറും സാർ, അതുപോലെ തന്നെ സാറിൻ്റെ കടയ്ക്ക് എന്ത് ദൂഷ്യമുണ്ടെങ്കിലും ഈ ഒരു ചിത്രം വെച്ചാൽ സാറിൻ്റെ കട ദൂഷ്യമൊക്കെ മാറി നല്ലോണം പുരോഗമിക്കും, നല്ല ഗതി ഉണ്ടാവും കടയ്ക്ക്, വീടിനാണെങ്കിലും നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെ പറയണം. ആണോ, അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ ഉണ്ട് സാർ, ഇത് വരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, ഈ ഒരു ഫോട്ടോ വെച്ചിട്ട് എത്ര പേരെ രക്ഷപ്പെട്ടെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ പറയണം കൊണ്ടുവരുന്ന ആൾ. ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാനുള്ള പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരികയാണ്. അങ്ങനെയോ, ഈ ചിത്രം നോക്കട്ടെ പറയുമ്പോൾ അപ്പോൾ ചിത്രം എടുത്ത് കാണിച്ചു കൊടുക്കണം അയാൾ. ഈ ചിത്രം വെച്ചാലാണോ, അതെ സാർ, ഇത് എവിടെ വെച്ചാലും അവിടെയൊക്കെ ഐശ്വര്യമായിരിക്കും, ഇതാണ്. അപ്പോൾ ഇത് ആരുടെ ചിത്രം, ഇത് ഏത് ദേവി ആക്കുമ്പോൾ ഇതാണ് കണ്ണേറമ്മ പറയാണ്, ഇതാണ് കണ്ണേറമ്മയോ, അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടോ? ഉണ്ട് സാർ, ഇതിന് ഇവിടെ ഒന്നല്ല, ഇതിന് ആന്ധ്രാപ്രദേശിലും പുറം രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഡിമാൻഡാണ് സാർ, ചൂടപ്പം പോലെ വിറ്റ് പോണ സാധനം, എത്ര പേരാണെന്നറിയോ അത് വാങ്ങി വെച്ചേക്കണേ എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയണം. അങ്ങനെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ഫോട്ടോ നോക്കുമ്പോൾ ശ്രുതി വന്നിട്ട് ഫോട്ടോ ഒന്ന് നോക്കട്ടെ എന്നിട്ട് ശ്രുതി ഇങ്ങനെ മേടിച്ചിട്ട്, ഈ ഫോട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണം. എന്നിട്ടിങ്ങനെ പറയാണ്, നമ്മൾ ഈ ഫോട്ടോ എവിടെയോ കണ്ട ഓർമ്മയുണ്ട്, ഇത് ആരുടെയോ ചായ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ, ചായയോ, അതെ, ശ്രുതി ഇത് നമ്മുടെ ആൻറ്റിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കാം. അമ്മയുടെയോ? നോക്കി അന്ന് ആ മൈദപ്പൊടിയിൽ മുങ്ങിയിട്ട് നിന്നിരുന്ന ആൻറ്റിയുടെ ഫോട്ടോ അല്ലേ ഇത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന്, ശരിയാണല്ലോ, ഇത് അമ്മയുടെ ഫോട്ടോ ആണല്ലോ, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടി, സത്യം പറ, ഈ ഫോട്ടോ ആരാ തന്നെ, ഇതെൻ്റെ അമ്മയെ പറയുമ്പോൾ, ഇത് നിങ്ങളുടെ മാത്രം അമ്മയല്ല സാർ, ഇത് ഈ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണ്, എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഈ അമ്മയാണെന്ന് പറയാണ്. അപ്പോൾ
സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് എൻ്റെ അമ്മയാടോ, എന്നെ ജനിപ്പിച്ച എൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ സാർ, ഇത് ഞങ്ങൾക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറയാണ്. തൻ്റെ കയ്യിൽ ഇനി എത്ര ഫോട്ടോ ഉണ്ട്? ഇനിയും കുറേ ഫോട്ടോ ഉണ്ട് സാർ. ആ ശരി എല്ലാം ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാ ശ്രുതി ഇതൊക്കെ, ഈ ഫോട്ടോസൊക്കെ ആൻറ്റിയുടെ, എന്തിനാ നിനക്കിത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, അയാളുടെ കയ്യിലുള്ള ഫോട്ടോസ് മുഴുവൻ മേടിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും കാണില്ല അമ്മയുടെ ഈ ഫോട്ടോ. നോക്കുമ്പോൾ അന്ന് ആ മൈദപ്പൊടിയിൽ കുളിച്ച് നിൽക്കണ ആ ചന്ദ്രമതിയുടെ രൂപത്തിലുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ അതിൽ കാണുന്നത്. എന്നിട്ട് ശ്രുതിയോട് ഈ ഫോട്ടോസ് മുഴുവൻ നമുക്ക് മേടിക്കുക, അല്ലെങ്കിൽ നാണക്കേടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കില്ലേ, അയാൾ ഈ ഫോട്ടോ വിൽക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ ചന്ദ്രമതിയുടെ ആ കണ്ണേറമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോട്ടോയും പിടിച്ച് ശ്രുതി നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത് സീരിയലിൻ്റെ. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശ്രുതിയുടെ കള്ളത്തരം വെളിച്ചത്താവോ? ശ്രുതിയുടെ അമ്മയുടെ സ്വപ്നം ഫലിക്കുമോ? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണെങ്കിൽ നിങ്ങൾ കമൻസ് ഇട്ടോളൂ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ തന്നതിന് ഒരുപാട് നന്ദി. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.